എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇതെൻ്റെ ക്രിസ്മസ് കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഇന്നലെ പള്ളിയിൽ പോയതും ക്രിസ്മസിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്തതും ആൻഡ് ഇന്നത്തെ ഫുഡിങ്ങും പരിപാടിയൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ഞാനും എൻ്റെ അനിയത്തി മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ അർജുനുണ്ട്. ബാക്കി എല്ലാവരും അവിടെ ഇവിടെയും ഓരോരോ സ്ഥലങ്ങളിലായിട്ട് പോയി. പിന്നെ ഉള്ളവർ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തലേദിവസം തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് ചെയ്തു വെച്ചത് കട്ട്ലറ്റാണ്. ഞാനും അച്ഛനും കൂടിയും ഒരു 26 കട്ട്ലറ്റ് മൊത്തം ഉണ്ടാക്കി വെച്ചായിരുന്നു. പിന്നെ നേരെ നമ്മൾ പാട്ടൊക്കെ കേട്ട് വൈബ് ചെയ്ത് ബാക്കിയുള്ള പരിപാടിയിലോട്ടേക്ക് കടന്നു. ഈ കാണുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയും സൈഡ് ഡിഷ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയാണ്. അച്ചു കുറച്ച് ക്യാമറ ഷെയർ ചെയ്തുകൊണ്ട് സൈഡ് ചെയ്ത് തന്നെ കളിയാക്കുന്നുണ്ട്. ചെമ്മീൻ ബിരിയാണി നമ്മൾ മസാല ചെയ്തു, ദമ്മ ഉണ്ടാക്കി, അമ്മ ചെയ്യുന്ന മാതിരി എന്തൊക്കെയോ ചെയ്തു വെച്ചു. ഞങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്കെന്ന് പറയുന്നത് പോലെ പോകാൻ പോവാണ്. കുർബാന തീരാറായപ്പോഴത്തേക്കും എന്തായാലും പള്ളി പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം അല്ലേ. ഞങ്ങൾ ഈ ഒരുങ്ങി നിൽക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറയുമോ ഇവിടെ ഞാൻ വലിച്ചഴിച്ചാണ് പള്ളിയിലോട്ടേക്ക് കൊണ്ടുപോയെന്ന്. എനിക്ക് മാത്രമായിരുന്നു പാതിര കുർബാനയ്ക്ക് ഐറിഷുകാർ എന്താ ചെയ്യുന്നത് എന്നറിയാനുള്ള താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പെടഞ്ഞ് ഇവരെ വലിച്ചുകൊണ്ട് പോയത്. ബിഷപ്പിൻ്റെ വകയായിരുന്നു കുർബാന. പക്ഷെ നമ്മളെത്തിയപ്പോഴത്തേക്കും ബ്ലെസ്സിങ്ങിൻ്റെ ടൈം ആയിരുന്നു. പിന്നെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങി കുറച്ചൊന്ന് അവിടെ ഇവിടെയും നോക്കിയൊക്കെ നിന്നു. ആൾക്കാരൊക്കെ ഭയങ്കര ഭയങ്കര ഭക്തിയുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടുത്തെ. പുൽക്കൂട്ടിൽ വെച്ചേക്കുന്ന ഈശോയുടെ മുമ്പിൽ വരെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളും പതിവൊന്നും തിരിച്ചില്ല, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഈ കാണുന്നത് നമ്മൾ വാങ്ങിയ സ്വിസ് റോളാണ് കേട്ടോ. ഇവിടെ ഒരു കോമൺ ഇൻട്രസ്റ്റ് ഈ ഒരു സാധനത്തിലൂടെ എല്ലാവർക്കും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിത് വാങ്ങിയത്. പിന്നെ ഇതൊക്കെ കട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ക്രിസ്മസ് അല്ല എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അച്ഛന് ഇഷ്ടപ്പെട്ടോ? നല്ലല്ലേ? പാവം കൊച്ചിനെ കൊണ്ട് മാത്രം പണിയെടുപ്പിച്ചെന്നാർക്കും ഡൗട്ടില്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ സ്റ്റൂവും കൂടി ഫിനിഷ് ചെയ്തിട്ട് കിച്ചണിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് നേരെ ബെഡിൽ പോയി കിടന്നു കേട്ടോ. ഇത്ര നേരമായിട്ട് എണീറ്റിട്ടില്ല കേട്ടോ. സമയം ഇവിടെ 11:15. നമ്മുടെ രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ് ആളിപ്പോഴും ഉറങ്ങുക. അച്ചു മെറി ക്രിസ്മസ്. രാവിലെ നമ്മൾ ആകെ ഈ കാണുന്ന കാര്യമാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. ബീഫ് സ്റ്റൂ, കട്ട്ലറ്റ് നമ്മൾ മിനിഞ്ഞാന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇപ്പം നമ്മൾ ബ്രെഡ് ക്രംസും മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി വറുത്തതാണ്. ഞാൻ അതിൻ്റെയൊക്കെ കുഞ്ഞ് ക്ലിപ്പ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ അപ്പം എല്ലാം ശരിയായില്ല, കുറച്ച് ശരിയാവുള്ളൂ. നമ്മൾ പാലപ്പപ്പൊടി വാങ്ങിയിട്ട് ലൂക്കോം വാട്ടറിൽ കലക്കി ഉണ്ടാക്കിയതാണ്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായില്ല എന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർ ഡബിൾ ഹോഴ്സിൻ്റെ പാലപ്പം മിക്സ് വാങ്ങിയാൽ മതി, അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെങ്കിൽ ഒന്നും കൂടി മിക്സിയിൽ കറക്കിയാലും കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ആയി കിട്ടിയത്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഓക്കെ. അച്ഛൻ എങ്ങനെയുണ്ട്? കട്ട്ലറ്റ് ബീഫ് സ്റ്റൂ ഏതാ കൂടുതൽ നല്ലത്? അപ്പൊ ബീഫ് സ്റ്റൂ എന്താ നോക്കിയേ. ഞങ്ങള് മൂവി കാണുന്നത് ലുലു ഗോൾഡിലെ ഒരു റിക്ലൈനർ മോഡലാണല്ലേ അച്ചു? എന്താ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഒരു ബെഡ് എടുത്തിട്ട് തലോടൊക്കെ സെറ്റ് ചെയ്ത് പുതപ്പൊക്കെ എടുത്തിട്ട് ഇരുന്ന് കാണുകയാണ്. നാട്ടിലാണെങ്കിലും ഓരോ മൂവിയുടെ ബ്രേക്കിലാണ്ടോ നമ്മൾ ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പുഷ്പ കാണാൻ പോയി. എന്താ ചെയ്യണേ? തണ്ടൂരി ചിക്കൻ എയർ ഫ്രയറിൽ അമ്മലൂട്ടൻ്റെ റെസിപ്പിയാണോ? വീട്ടിലേക്ക് പോയപ്പോൾ അവൻ പറഞ്ഞ റെസിപ്പിയാണ് തണ്ടൂരി മസാല വെച്ച് ചിക്കൻ വരട്ടിയ സീനാണ്. അത് ഞങ്ങൾ എയർ ഫ്രൈ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പ്രോൺസ് ബിരിയാണി കഴിക്കാൻ അല്ലേ. പിന്നെ നമ്മൾ ബാക്ക് ടു പുഷ്പ 2 എത്തിയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗിന്നസ് എങ്ങനെ വീട്ടിൽ കറക്റ്റ് പബ്ബിലെ പോലെ ഒഴിക്കാം എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് ആണ് നടക്കുന്നത്. പകുതി ഒഴിച്ചിട്ട് അത് ഫുള്ള് സെറ്റിലാവാൻ വെയിറ്റ് ചെയ്യണം. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് കാണത്തില്ല.
ഫുള്ള് സെറ്റിലായി ബ്ലാക്ക് ആയതിന് ശേഷമാണ് ബാക്കി ക്യാനിലുള്ളതും കൂടി നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ മേളിൽ നമ്മളുടെ നൈട്രജൻ വന്ന് നിറയും, താഴെ ഫുള്ള് ബ്ലാക്ക് കളറിൽ ബിയറായിട്ട് വന്ന് കറക്റ്റായിട്ട് നമുക്ക് കുടിക്കാൻ കിട്ടും. ആക്ച്വലി സത്യം പറയാമല്ലോ, ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. സാധാരണ എല്ലാ പരിപാടികൾക്കും ഒരു 5-6 പേരെങ്കിലും ഉണ്ടാവുന്നതാണ്. ഇന്ന് എല്ലാവരും പല വഴിക്ക് പോയി. അനന്തു അനിയത്തിയുടെ അടുത്ത് ഡബ്ലിനിൽ പോയി. ആൻഡ്രീന, നമ്മുടെ പുതിയ ഗസ്റ്റ് ആൻഡ്രീന ആണെങ്കിൽ യൂറോപ്യൻ ട്രിപ്പിൽ പോയി, ഹണിമൂൺ. പിന്നെ ആരാ, റിയ കോർക്കിൽ പോയി കസിൻസിൻ്റെ വീട്ടിൽ. അശ്വിൻ നാട്ടിൽ പോയി. അമലിനും എബിനും മരിയ അവരൊക്കെ ഡബിൾ പേ ആയതുകൊണ്ട് വർക്ക് അങ്ങോട്ട് ചോദിച്ചു വാങ്ങി വർക്ക് എടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ചിലപ്പോൾ നമ്മളൊരു ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാവരും കൂടി കൂട്ടി വെക്കുമായിരിക്കും, പക്ഷേ ഉറപ്പൊന്നുമില്ല. എനിവേ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിക്കാം. ആർക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ചെമ്മീൻ ബിരിയാണിയുടെ ക്രെഡിറ്റ് എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ഞാൻ സ്വന്തമായിട്ട് ക്യൂറേറ്റ് ചെയ്തെടുത്ത എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇതാണ് ഞങ്ങളുടെ ചെമ്മീൻ ബിരിയാണി. സൂപ്പറാണ് അച്ചു, സൂപ്പർ. എൻ്റെ ചെമ്മീൻ ബിരിയാണി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ, സെറ്റല്ലേ? അച്ചു ഓടിക്കുന്നെ, സൂപ്പറല്ലേ? സൂപ്പർ ബിരിയാണി. ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ നമ്മളുടെ പ്രിയ ചേച്ചിയുടെ കുറ്റാന്വേഷണം ഇല്ലേ, അത് പോയി കണ്ടു കേട്ടോ ഞങ്ങൾ. നല്ലതായിരുന്നു. അപ്പോൾ ഗൈസ്, എൻ്റെ കുഞ്ഞി ക്രിസ്മസ് സെലിബ്രേഷൻ, എൻ്റെയും അച്ചുവിൻ്റെയും അർജുൻ്റെയും കുഞ്ഞി ക്രിസ്മസ് സെലിബ്രേഷൻ നിങ്ങൾ എന്താ പറയുക എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അല്ലേ അച്ചു? ഞങ്ങൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള സെക്കൻഡ് ക്രിസ്മസും അച്ചു ലൈഫിലെ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ക്രിസ്മസ് ആണ്. ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ പാരൻസിനായിരിക്കും വിഷമം. ആൻഡ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാനും ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താ പറയുക ഒരു മെമ്മറി പോലെ ഇടയ്ക്കെടുത്ത് നോക്കാനും, പിന്നെ വീട്ടിലിരിക്കുന്ന ഞങ്ങളുടെ പാരൻസിനും ഞങ്ങളുടെ കസിൻസിനും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഒക്കെ എന്താ പറയുക ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്തത്, ഹാപ്പി ആയിട്ടാണോ ഇരുന്നത്, ഞങ്ങളുടെ അപ്പാപ്പനും അമ്മാമ്മ അവരടക്കം എല്ലാവരും എന്താ പറയുക ഒത്തിരി എക്സൈറ്റ്മെന്റിൽ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, മക്കൾ കഴിച്ചോ, എന്താ ചെയ്തേ, ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത്, ഇവിടെ ഓക്കെ ആണോ. അപ്പം എല്ലാവരോടും ഞങ്ങൾ ക്രിസ്മസ് അടിച്ചു പൊളിച്ചു, ഞങ്ങളുടെ ഹാപ്പിയാണ്, ഓക്കെ ആണ്. ആകെ ഒരു വിഷമമുള്ളൂ, അപ്പൻ്റെ അമ്മയുടെ കൂടെ ആവാൻ പറ്റിയില്ല. അവരെ കോൾ ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക 5.5 മണിക്കൂർ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അവരോട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വിളിച്ചതും സംസാരിക്കാൻ പറ്റിയതൊക്കെ. ആ ഒരു വിഷമം ഒഴിച്ച് ബാക്കി ഒന്നുമില്ല, അല്ലേ അച്ചു? അപ്പം ഞങ്ങളിവിടെ ഹാപ്പിയാണ്. നന്നായിട്ട് ആണ് പോയെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളോട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്തു. പക്ഷെ അമ്മയുടെ അത്ര വരില്ല, എന്നാലും ഞങ്ങളോട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ആഘോഷിച്ചു, പള്ളിയിൽ പോയി എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ബൈ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. See you.